ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ഭാഗം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. എന്താണ് സെൽ എന്ന് പറയുന്നത്? സെൽ അല്ലെങ്കിൽ കോശം എന്നാൽ എന്താണ്? സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ. ജീവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. പലപ്പോഴും PSC ചോദിക്കാറുള്ളത് കോശത്തെ കുറിച്ചിട്ടുള്ള പഠനശാഖ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. കോശത്തെ കുറിച്ചിട്ടുള്ള പഠനശാഖ സൈറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓർത്തു വെക്കാം, കോശത്തെ കുറിച്ചിട്ടുള്ള പഠനശാഖ സൈറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൊതുവായിട്ടുള്ള ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് കലകൾ. എന്താണ് പറയാ? കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്നാണ് വിളിക്കുക. ദെൻ ഇതുമായി ബന്ധപ്പെടുത്തി PSC ചോദിക്കാറുണ്ട്, കലകളെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഈസ് നോൺ ആസ് ഹിസ്റ്റോളജി. ഓക്കെ, ഹിസ്റ്റോളജി എന്നാണ് പറയുക കേട്ടോ. ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള പഠനം ഹിസ്റ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് പഠനശാഖകളും ഓർത്തു വെക്കണം കേട്ടോ. സൈറ്റോളജി എന്താണ്? കോശത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഹിസ്റ്റോളജി എന്താണ്? കലകളെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോശത്തിന്റെ പിതാവ് ആരാണ്? ഓർത്തു വെക്കണം, കോശം കണ്ടെത്തിയത് അല്ലെങ്കിൽ കോശത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ സൈറ്റോളജിയിലെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റോബർട്ട് ഹുക്ക് ആണെന്ന് ഓർത്തു വെക്കുക. ആരാണ് കോശം കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത്. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, കോശം കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് ആരെന്നെയാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് വ്യക്തികളെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കണം. ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക് ആണ്. ആരാണ്? ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക് ആണ് ജീവനുള്ള കോശം കണ്ടെത്തിയത്. ഓക്കെ, ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക് ആണ് ജീവനുള്ള കോശം കണ്ടെത്തിയത്. ദെൻ പലപ്പോഴും എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോശ സിദ്ധാന്തം ചോദിക്കാറുണ്ട് കേട്ടോ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? രണ്ട് വ്യക്തികളെയാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്. കോശ സിദ്ധാന്തത്തിന്റെ കേസിലെ, സെൽ തിയറിയുടെ കേസിലെ രണ്ട് ആളുകളെ നമ്മളിവിടെ ഓർത്തു വെക്കണം. ആരൊക്കെയാണ്? MJ ഷ്ലീഡൻ. ഓക്കെ, MJ ഷ്ലീഡനും അതുപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ. ആരൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും. ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചതെന്ന് ഓർത്തു വെക്കാം. ദെൻ MJ ഷ്ലീഡന്റെ കേസ് വരുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? MJ ഷ്ലീഡൻ ആണ്. അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത്. ദെൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് MJ ഷ്ലീഡനും ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് തിയോഡർ ഷ്വാൻ ആണെന്നും ഓർത്തു വെക്കാം. ദെൻ ഈ സെൽ തിയറിയെ കൂടുതലായിട്ട്, അതായത് ഈ സെൽ തിയറിയെ കൂടുതലായി പരിഷ്കരിച്ച വ്യക്തി, അയാളെയും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ആരാണ്? റുഡോൾഫ് വിർഷോവ് ആണ്. ആരാണ്? റുഡോൾഫ് വിർഷോവ് ആണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച വ്യക്തി എന്ന് പറയുന്നത് റുഡോൾഫ് വിർഷോവ് ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. അതായത് ഇദ്ദേഹമാണ് പറഞ്ഞത്, മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഓൾഡ് സെൽസിന് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നു എന്നത് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? റുഡോൾഫ് വിർഷോവ് ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഒരു വ്യക്തിയെ കൂടി ഓർത്തു വെക്കണം. കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? റോബർട്ട് ബ്രൗൺ ആണെന്ന് ഓർത്തു വെക്കുക. ആരാണ്? റോബർട്ട് ബ്രൗൺ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ന്യൂക്ലിയസും അതുപോലെ തന്നെ കോശവും കണ്ടുപിടിച്ച വ്യക്തികളും തമ്മിൽ തെറ്റാൻ പാടില്ല കേട്ടോ. രണ്ടും റോബർട്ട് തന്നെയാണ്. പക്ഷെ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണെന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക് ആണ്. സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയിട്ടാണ്. ദെൻ റുഡോൾഫ് വിർഷോവ് ആണ് സെൽ തിയറിയെ കൂടുതലായിട്ട് വിശദീകരിച്ച വ്യക്തി അല്ലെങ്കിൽ വീണ്ടും
ആവിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോവ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും വ്യക്തികളെയാണ് കോശത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വ്യക്തമായി പഠിച്ചിരിക്കേണ്ട ആൾക്കാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോശത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, കോശത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ ആദ്യമായി നമുക്ക് പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലെ എല്ലാ ഫംഗ്ഷൻസിനെയും എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനെ നമുക്ക് എങ്ങനെ പറയാം? ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് പറയാം. ഓക്കെ, ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് പറയാം. ബ്രെയിൻ ഓഫ് ദി സെൽ അഥവാ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദി സെൽ എന്നൊക്കെ വിളിക്കുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? കാരിയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കാം, കാരിയോളജി എന്ന പേരിലാണ് ന്യൂക്ലിയസിനെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത്. ദെൻ ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയെ ഒന്നുകൂടി പറയാം, ഓർത്തു വെക്കാറാണ് റോബർട്ട് ബ്രൗൺ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ന്യൂക്ലിയസിനെ കുറിച്ച് എന്തൊക്കെ ഓർത്തിരിക്കണം നമ്മള്? ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ഇറ്റ് കൺട്രോൾസ് ഓൾ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ് വിത്തിൻ ദ സെൽ. അല്ലെ, നമ്മുടെ കോശത്തിന്റെ ഉള്ളിലെ എന്തൊക്കെ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് ആ ഫംഗ്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക ചെയ്യണത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാരിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രെയിൻ ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദി സെൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പൊ ചോദിച്ചു കണ്ടിട്ടുള്ളത് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണെന്ന് ഓർത്തു വെക്കാം. ദെൻ നമുക്കറിയാവുന്ന രണ്ടാമത്തെ ഭാഗം പറയാൻ വെച്ചാൽ ഏതാണ്? മൈറ്റോകോൺട്രിയ. അല്ലെ, പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. കെമിക്കൽ ഫാക്ടറി ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. അല്ലെ, ഏതൊക്കെയാണ്? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, പവർ ഹൗസ് ഓഫ് ദി സെൽ. അതുപോലെ തന്നെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഭാഗം, കെമിക്കൽ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. നമ്മുടെ കോശത്തിന്റെ ഉള്ളിലെ ഓക്സിജനെയും മറ്റു പോഷക ഘടകങ്ങളെയൊക്കെ ഊർജ്ജ രൂപത്തിലാക്കി സംഭരിച്ചു വെക്കുന്ന കോശത്തിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഊർജ്ജ രൂപത്തിലാക്കി എനർജിയുടെ സ്റ്റോർ ആക്കി വെക്കുന്നത് ഏത് രൂപത്തിലാണ്? ATPയുടെ ഫോമിലാണ് ഇവര് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, എനർജിയെ ATPയുടെ ഫോമിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ATPയുടെ ഫുൾ ഫോം ഓർത്തു വെക്കുക. എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATPയുടെ ഫുൾ ഫോം ഓർത്തു വെക്കണം കേട്ടോ. ഇപ്പൊ ഈ ATPയുടെ ഫോമിലാണ് അവർ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ATPയെ പറയുന്ന ഒരു പേരുണ്ട്, എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ATP ആണ്. ഓക്കെ, എനർജി കറൻസി ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ATP ആണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ കേസിൽ നമ്മൾ എന്തൊക്കെ ഓർത്തു വെക്കണം? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നു, കെമിക്കൽ ഫാക്ടറി ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നു, ഓക്സിജനെയും പോഷക ഘടകങ്ങളെയൊക്കെ ഊർജ്ജ രൂപത്തിലാക്കി മാറ്റുന്ന കോശാംഗമാണ് ഇത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എനർജിയെ ഏത് ഫോമിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ATPയുടെ ഫോമിലാണ്. ATP ആണ് സെല്ലിലെ എനർജി കറൻസി ഓഫ് ദി സെൽ എന്ന് പറയുന്നത് ATP ആണ്. ATPയുടെ ഫുൾ ഫോം ഓർത്തു വെക്കാം, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണെന്ന് ഓർത്തു വെക്കാം. ദെൻ കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ അല്ലെങ്കിൽ വർക്കിംഗ് ഹോൾസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? പ്രോട്ടീനുകളാണ്. ഓക്കെ, വർക്കിംഗ് ഹോൾസ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണെന്ന് ഓർത്തു വെക്കുക. ദെൻ വേറൊരു ഭാഗമാണ് ലൈസോസോമുകൾ, അതായത് സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്ന ഭാഗം. സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണെന്ന് ഓർത്തു വെക്കുക. അതായത് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണ്. അതായത് എന്തുകൊണ്ടാണ് ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയാൻ കാരണം? അവർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിന്റെ ഉള്ളിലെ കോശ ഘടകങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിവുള്ള ഒരു കോശാംഗമാണ് ഇത് ലൈസോസോമുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു കോശ ഘടകങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിവുള്ള തക്ക വണ്ണം അവരിൽ എന്തുണ്ട്? ഒരു പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരൊന്ന് ഓർത്തു വെക്കുക, ഹൈഡ്രോലിറ്റിക് എൻസൈം എന്നാണ് അതിന്റെ പേര്. എന്താണ്? ഹൈഡ്രോലിറ്റിക് എൻസൈം എന്നാണ് അതിന്റെ പേര്. ഈ എൻസൈം ഉള്ളത് കൊണ്ടാണ് കോശത്തിലെ മറ്റു കോശ ഘടകങ്ങളെ അവർക്ക് ദഹിപ്പിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കാൻ കാരണം? സൂയിസൈഡൽ ബാഗ്സ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കാൻ കാരണം. അവരുടെ ഫംഗ്ഷൻ എന്താണ്? കോശത്തിനുള്ളിലെ മറ്റു കോശ ഘടകങ്ങളെ ദഹിപ്പിക്കുവാൻ അവർക്ക് കഴിവുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം അവരിൽ പ്രസന്റ് ആണ്. അതേതാണ് എൻസൈം? പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈം ആണ്. അതിന്റെ പേരാണ് ഹൈഡ്രോലിറ്റിക് എൻസൈം.
മനസ്സായും അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ സൂയിസൈഡൽ ബാഗ്സ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലൈസോസോമുകളെയാണെന്ന് ഓർത്തു വെക്കുക. ദെൻ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ട്രാഫിക് പോലീസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നത് ഗോൾഗി കോംപ്ലക്സുകളെയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഗോൾഗി കോംപ്ലക്സുകളെയാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ സെല്ലിന്റെ ഉള്ളിലെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടത്തുന്ന ഭാഗം ഏതാണ്? റൈബോസോമുകളാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ഓർത്തു വെക്കുക? നമ്മുടെ റൈബോസോമുകളാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൈബോസോമുകളാണെന്ന് ഓർത്തു വെക്കുക. ദെൻ ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഏതാണ്? പ്രോട്ടോപ്ലാസം ആണെന്ന് ഓർത്തു വെക്കുക. പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് വിളിച്ച വ്യക്തി ആരാണ്? TH ഹക്സ്ലി ആണെന്ന് ഓർത്തു വെക്കുക. ആരാണ്? TH ഹക്സ്ലി ആണെന്നും ഓർത്തു വെക്കുക. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം? ന്യൂക്ലിയസിനെ കുറിച്ച് ഓർത്തിരിക്കണം. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം കാരിയോളജി കണ്ടുപിടിച്ചത് ആരാണ്? ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തു വെക്കണം. ദെൻ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നു, കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു. ദെൻ ATP എനർജി കറൻസി ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നു. ദെൻ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് റൈബോസോം ആണെന്ന് ഓർത്തു വെക്കണം. ട്രാഫിക് പോലീസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സുകളാണെന്ന് ഓർത്തു വെക്കണം. ദെൻ അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? TH ഹക്സ്ലി ആണെന്നും ഓർത്തു വെക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ വലക്കണ്ണികൾ പോലെ ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്നാണ് പറയാ. എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്നാണ് വിളിക്കുക. ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലമാണ് സെൽ ഡിവിഷന്റെ സമയത്ത് എന്തായി മാറുന്നത്? ക്രോമസോമുകളായിട്ട് മാറുന്നത്. എന്തായി മാറുന്നത്? ക്രോമസോമുകളായിട്ട് മാറുന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? DNA ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ക്രൊമാറ്റിൻ റെട്ടിക്കുലം നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ റെട്ടിക്കുലം. ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലമാണ് കോശ വിഭജന സമയത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷന്റെ സമയത്ത് എന്തായി മാറുന്നത്? ക്രോമസോമുകളായിട്ട് മാറുന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA ആണെന്ന് ഓർത്തു വെക്കുക. DNAയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ജീനുകളാണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ DNAയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ജീൻ ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ കോശത്തിന്റെ ഉള്ളിലെ രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? DNA ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട് അല്ലെ. DNA ഉണ്ട്, RNA ഉണ്ട്. DNAയുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഈ DNA-യും RNA-യും നിർമ്മിച്ചിരിക്കുന്ന പൊതുവായിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ എന്താ പറയാ? ന്യൂക്ലിയോടൈഡുകൾ എന്നാണ് പറയാ. എന്താ പറയാ? ന്യൂക്ലിയോടൈഡുകൾ എന്നാണ് പറയാ. ഈ ന്യൂക്ലിയോടൈഡുകളിലുള്ള 3 ഘടകങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പെന്റോസ് ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ബേസുകൾ ഉണ്ട്. ഏതൊക്കെയുള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പെന്റോസ് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം DNA-യിലുള്ള ഷുഗർ ഏതാണ്? DNA-യിലുള്ള ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഏത് ഷുഗർ ആണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. RNA-യിലുള്ള ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ ആണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്? റൈബോസ് ഷുഗർ ആണെന്ന് ഓർത്തു വെക്കാം. ദെൻ DNA-യുടെ ഫംഗ്ഷൻ എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേഷണം അഥവാ ജനറ്റിക് ട്രാൻസ്മിഷൻ. മറിച്ച് RNA-യുടെ ഇതെന്താണ്? ധർമ്മം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണമാണെന്ന് ഓർത്തു വെക്കുക. ദെൻ നമുക്ക് ഷുഗർ കിട്ടി അല്ലെ. പെന്റോസ് ഷുഗർ ഏതൊക്കെയാണ്? DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, RNA-യിലുള്ളത് റൈബോസ് ഷുഗർ ആണ്. ദെൻ നൈട്രജൻ ബേസുകൾ. ഓക്കെ, DNA-യിലുള്ള നൈട്രജൻ ബേസ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നൈട്രജൻ ബേസുകൾ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, ഓരോന്നായിട്ട് പഠിക്കാം. ഏതാണ്? അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റോസിൻ ഉണ്ട്, അതുപോലെ ഗ്വാനിൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, അത്രയാണ് DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ. ദെൻ RNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ തൈമിന് പകരം ഇവിടെയുള്ളത് യുറാസിൽ ആണെന്ന് മാത്രം. ഓക്കെ, യുറാസിൽ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്,
ഗ്വാനിൻ ഉണ്ട്. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഓർത്ത് വെക്കുക. ഏതൊക്കെയാണുള്ളത്? DNA-ലുള്ള നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. RNA-ലുള്ളത് അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. അതായത് തൈമിന് പകരം ഇവിടെ എന്തായിരിക്കും? യുറാസിൽ ആയിരിക്കും എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നൈട്രജൻ ബേസുകളും പെന്റോസ് ഷുഗറും ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ DNA-യുടെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. RNA-യുടെ ഫംഗ്ഷൻ എന്താണ്? മാംസ്യ സംശ്ലേഷണമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഈ DNA-യുടെ കേസിലേക്ക് വരുമ്പോൾ DNA-നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഓർത്തു വെക്കുക. എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഏതാണ്? എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമുകളാണ്. DNA ഫ്രാഗ്മെന്റ്സുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ഓർത്തു വെക്കുക. DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഏത് എൻസൈമാണ്? DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. റെപ്ലിക്കേഷന് വേണ്ടിയിട്ട്, DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈം ഏതാണ്? DNA പോളിമറൈസ് എൻസൈം ആണെന്ന് ഓർത്തു വെക്കുക. ഏത് എൻസൈമാണ്? DNA പോളിമറൈസ് എൻസൈം ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്തൊക്കെയാണ്? എൻഡോന്യൂക്ലിയസ് DNA ഫ്രാഗ്മെന്റ്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എൻഡോന്യൂക്ലിയസ്. DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. DNA റെപ്ലിക്കേഷന് വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. അതായത് സിന്തസിസ് ഓഫ് DNA-നെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുക. റെപ്ലിക്കേഷന് ശേഷം നമുക്ക് കിട്ടുന്ന DNA-യുടെ ഫ്രാഗ്മെന്റ്സിന് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ഓർത്തു വെക്കുക. DNA പോളിമറൈസ് എൻസൈം ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ അഥവാ ചുറ്റുഗോവണി മാതൃക ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഓക്കെ, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. സോ ഈ മോഡലിന് എന്താ പറയാ? വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കാനുള്ളത് കേട്ടോ. DNA RNA വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുപോകാൻ പാടില്ല. ദെൻ ഇനി നമുക്ക് വലിയ കോശം, ചെറിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏത്, ചെറിയ കോശം ഏത്, ആ ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഓവമാണ്. ഓക്കെ, അണ്ഡമാണ്. ദെൻ ഏറ്റവും ചെറിയ കോശം ഏതാണ്? സ്പേം ആണ്, അല്ലെങ്കിൽ ബീജകോശമാണ്. ഏറ്റവും നീളം കൂടിയതും ആയുസ്സുള്ളതുമായിട്ടുള്ള കോശം ഏതാണ്? ന്യൂറോണുകളാണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്? ന്യൂറോണുകളാണ്. ദെൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കളാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? RBC ആണ്. അവരുടെ ആയുസ് എത്ര ദിവസമാണ്? 120 ദിവസമാണെന്നും ഓർത്തു വെക്കുക. എത്ര ദിവസമാണ്? 120 ദിവസമാണെന്നും ഓർത്തു വെക്കുക. ദെൻ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലല്ലാണ്ട് ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. ഏകദേശം 15 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെയാണ് അവരുടെ വ്യാസം എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മയാണെന്ന് ഓർത്തു വെക്കുക. മൈക്കോപ്ലാസ്മയുടെ മറ്റൊരു പേരും കൂടി ഓർത്തു വെക്കുക. ഏതാണ്? PPLO അഥവാ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇത് ഓർത്തു വെക്കണം കേട്ടോ. PPLO എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മയാണ്. ഏറ്റവും ചെറിയ കോശമുള്ളത് മൈക്കോപ്ലാസ്മയ്ക്കാണെന്ന് ഓർത്തു വെക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുത് ഓവം, ഏറ്റവും ചെറുത് സ്പേം, ഏറ്റവും നീളം കൂടിയതും ആയുസ്സുള്ളതും ന്യൂറോണുകൾ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് RBC ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശവും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും ചോദിക്കുകയാണെങ്കിൽ RBC ആണ്, അല്ലെങ്കിൽ അരുണ രക്താണുക്കളാണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശമുള്ളത്. ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് PPLO, അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോശത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഏത് ലെവൽ ഓഫ് എക്സാമിനും ഇത് ചോദിക്കാറുണ്ട്. LDC ആയാലും അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോശം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും